മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. ഞാൻ അച്ഛനൊക്കെ ആകുന്നതിന് മുമ്പ് അച്ഛനാകാനായിട്ട് പേടിയുള്ള ഒരു കാര്യമുണ്ടായിരുന്നത് സെമിത്തേരിയാണ് എന്ന് ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ള കാര്യം നിങ്ങളൊന്ന് ഓർക്കുന്നുണ്ടാകും. എങ്ങനെയാണ് ഒരു അച്ഛനായിട്ട് ഒരു സെമിത്തേരിയുടെ അടുത്തിരിക്കുക എന്ന്, അല്ലെങ്കിൽ ജീവിക്കുക, ഒറ്റയ്ക്ക് ജീവിക്കുക എന്നൊക്കെ പലപ്പോഴും ചെറുപ്രായത്തിൽ മണ്ടത്തരങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്റെ ചെറുപ്പ കാലഘട്ടത്തിലേക്ക് ഞാനൊന്ന് ചിന്തിക്കുമ്പോൾ, കുഞ്ഞുനാളിലൊക്കെ ആയിരുന്ന സമയത്ത് ഞാൻ വളരെ പേടിയുള്ള ഒരു വ്യക്തിയായിരുന്നു എന്നുള്ളതാണ്. എൻ്റെ വീടിനടുത്ത് ഒരു തവണ ഒരു സഹോദരൻ, ഒരു ചേട്ടൻ ഒരു റബ്ബർ മരത്തിൽ തൂങ്ങി മരിച്ചു. ഞാനത് കാണാനിടയായി പോയി. ആ ഭാഗത്തു കൂടെ ചെറുപ്പകാലഘട്ടത്തില് രാത്രിയില് കുർബാന കഴിഞ്ഞൊക്കെ വൈകുന്നേരങ്ങളിൽ വരുമ്പോൾ കണ്ണടച്ച് നടന്നിരുന്ന് ഞാൻ ഓടിയ ആ ഓട്ടമൊക്കെ ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്. വീട്ടിൽ പണ്ടൊരു നല്ലൊരു ഹെർക്കുലീസ് സൈക്കിള് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. വളരെ വലിയ കാരിയർ പിന്നിലുണ്ടായിരുന്നു. വീട്ടിലെ റബ്ബറും മറ്റു കാര്യങ്ങളൊക്കെയാണ്. സൈക്കിളൊക്കെ ചവിട്ടി ചെറുപ്പത്തിലെ പോകുമ്പോൾ ആ ഭാഗത്തെത്തുമ്പോൾ ഒരു ഉഷാറും ഒരു ചവിട്ടുമാണ്. നമ്മളൊക്കെ പലപ്പോഴൊക്കെ പേടിയുള്ളവരാണ്. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിരുന്ന എൻ്റെ ജീവിതത്തിൽ എനിക്ക് തോന്നുന്നു, ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, അച്ഛനായി കഴിയുമ്പോൾ സെമിത്തേരി ഇല്ലാത്ത പള്ളി കിട്ടണം എന്നുള്ളത് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു എന്നുള്ളതാണ്. ആദ്യത്തെ പ്രതീക്ഷ ദൈവം തന്നു എന്നുള്ളതാണ്. ഇടമുട്ടം പള്ളി, അവിടെ സെമിത്തേരിയിൽ ഒരു പരിപാടിയില്ല. അത് വളരെ സന്തോഷം നിറഞ്ഞ അനുഭവമായിരുന്നു. ചെറുപ്പത്തിലൊക്കെ നമുക്ക് എല്ലാവർക്കും പേടി പല കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. ഞാനൊക്കെ ചെറുപ്പത്തിലായിരുന്ന സമയത്ത് മരിച്ച വീടുകളിൽ നിന്നും പോകാറില്ല. പോകുന്നുണ്ടെങ്കിൽ മുഖം നോക്കാറില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. ഞാൻ വീട്ടിലെ മമ്മിയുടെ പപ്പയുടെ കൂടെ രാത്രിയിലൊക്കെ എവിടെയെങ്കിലൊക്കെ പോവുകയാണെങ്കിൽ, നടന്ന് അയൽ വീട്ടുകളിൽ ബന്ധുക്കളിലൊക്കെ പോവുകയാണെങ്കിൽ കണ്ണടച്ച് പോയിരുന്ന ഞാനാണ്. പിന്നീടൊക്കെ പേടി പതുക്കെ മാറി. ചെറുപ്പകാലഘട്ടത്തിലുള്ള പേടി 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ പതുക്കെ മാറി. ഞാൻ വള്ളിവട്ടം പള്ളിയിലായിരുന്ന സമയത്ത് സെമിത്തേരിയുടെ മുകൾ ഭാഗം താഴെക്കുഴികളാണത്, കോൺക്രീറ്റ് ചെയ്ത ഭാഗമാണ്. ഞാനപ്പോ വൈകുന്നേരം രാത്രിയൊക്കെ അവിടെ വന്നിരുന്ന് മുകളിലിരുന്ന് രാത്രി 11 മണി, ചിലപ്പോ സാന്തോന്ന് കൊടുങ്ങല്ലൂർ കുർബാനയൊക്കെ കഴിഞ്ഞ് അവിടുത്തെ മീറ്റിംഗ് എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ 9 മണിക്ക് ആകും. രാത്രി 10 മണി 11 മണി വരെയൊക്കെ രാത്രി മൊത്തം കല്ലറയിലാണ് ചെലവഴിച്ചിരുന്നത് കുറെ നാളുകളൊക്കെ. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, നമ്മളൊക്കെ പലപ്പോഴൊക്കെ ചെറുപ്പ കാലഘട്ടത്തിലൊക്കെ കുറെ കഥകളൊക്കെ കേട്ട് വിശ്വസിച്ചവരായിരിക്കാം. എൻ്റെ അമ്മാമ്മയൊക്കെ കുറെ ഈ പ്രേത കഥകളൊക്കെ, പ്രേതം ഓടിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ വെറുതെ പറ്റിക്കാൻ വേണ്ടി കുറെ കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വിഷയം ക്രൈസ്തവരായ നാം ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ കുറിച്ചാണ്. നമ്മൾക്ക് ഈ പ്രേതം അല്ലെങ്കിൽ പിശാച് എന്ന് വിളിക്കുന്ന ഒരു സത്ത, ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം പിശാച് എന്ന ഒരു വിഷയത്തെ കുറിച്ചാണ്. പലപ്പോഴും എനിക്ക് തോന്നുന്നു ക്രൈസ്തവരായ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ ചിന്തയാണ്. പിശാച് എന്ന് പറയുന്ന ചിന്ത പലപ്പോഴും നമുക്കില്ല. പിശാച് ഒരു മനുഷ്യനെ 3 തരത്തിൽ കെണിയിൽപ്പെടുത്തുന്നു എന്നുള്ളതാണ്. 3 തരത്തിലാണ് പിശാച് ഒരു വ്യക്തിയെ കെണിയിൽപ്പെടുത്തുന്നത്. ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നന്മ തിന്മയെ കുറിച്ച് തിരിച്ചറിവില്ലാത്തവരാക്കി നമ്മളെ മാറ്റും. നന്മ എന്താണെന്നോ തിന്മ എന്താണെന്നോ ഒരു തിരിച്ചറിവില്ലാത്ത, തിന്മ മാത്രം ചെയ്യുന്ന സന്തതികളെ വളർത്തിയെടുക്കുന്ന നുണയന്റെ പിതാവാണ് പിശാച്. പലപ്പോഴും നമ്മൾ തിരിച്ചറിയാത്തൊരു കാര്യമാണ്, ഞാൻ ചെയ്യുന്നത് മുഴുവൻ തിന്മയായി മാറും. പക്ഷേ നാം ഒക്കെ വിചാരിക്കുകയും ചിന്തിക്കുകയും ചെയ്യും അതൊക്കെ ശരിയാണ് എന്നുള്ളതാണ്. ഈ തിന്മ ചെയ്യുന്നവരുടെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം. നുണ മാത്രമേ ഞാൻ പറയൂ, നുണ മാത്രമേ ചെയ്യൂ. മാതാപിതാക്കളെ വഞ്ചിക്കുകയും ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ജീവിതാവസ്ഥയിലേക്ക് പിശാച് നമ്മളെ കൊണ്ടുചെന്നെത്തിക്കും എന്നുള്ളതാണ്. സ്നേഹമുള്ളവരെ, പിശാചുക്കളുടെ ഇടയിൽ ഒരു കൊച്ചു കഥ ഇപ്രകാരമാണ് പറഞ്ഞു വെക്കുന്നത്. പിശാചുക്കള് എല്ലാ കുടുംബാംഗങ്ങളും ഒരുമിച്ച് ചേർന്ന് അവരൊരു മീറ്റിംഗ് വെക്കുകയാണ്.
കാരണം മനുഷ്യരൊക്കെ നല്ല മനുഷ്യരായി പള്ളിയിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, കൊന്ത ചെല്ലുന്നു, എപ്പോഴും പ്രാർത്ഥനയിൽ ജീവിക്കുന്ന ഒരു സമൂഹമായിട്ട് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പിശാചുക്കള് തലവനും മറ്റുള്ള അംഗങ്ങളൊക്കെ കൂടിക്കഴിഞ്ഞപ്പോൾ ഒരു കുട്ടി പിശാച് പ്രകാരം പറഞ്ഞു എന്നുള്ളതാണ്. നമുക്ക് മനുഷ്യരെ തിരക്കുള്ളവരാക്കി മാറ്റാം. അവരുടെ ജീവിതത്തിൽ എപ്പോഴും തിരക്കുകളുള്ള ഒരു ലോകത്തിലേക്ക് അവരെ മാറ്റിക്കഴിഞ്ഞ് ജോലിയും ഫോണും മറ്റുള്ള തിരക്കുകളും ലൗകികതയും നിറഞ്ഞ ഒരു ജീവിതാവസ്ഥയിലേക്ക് അവരെ മാറ്റിക്കഴിഞ്ഞാല് അത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് ആ സമൂഹം തീരുമാനമെടുത്തു. സ്നേഹമുള്ളവരെ, ഇത് നമ്മളൊക്കെ തിരക്കുള്ളവരാണ് നമ്മുടെ ജീവിതത്തിൽ. പണ്ട് നമ്മുടെ പൂർവികര് അധ്വാനിച്ച് മണ്ണിൽ പണിയെടുത്ത് കഷ്ടപ്പെട്ട് പ്രാർത്ഥിച്ച് മുട്ടുകുത്തിയിരുന്ന ഒരു പൂർവികരുടെ പാരമ്പര്യം നമുക്കൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നമ്മുടെ അപ്പാപ്പനും അമ്മാമ്മയും ഒക്കെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പ്രഭാതത്തിൽ പ്രാർത്ഥിച്ച് മണ്ണിനോട് മല്ലിട്ട് പണിയെടുത്ത് മുട്ടുകുത്തി കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചിരുന്ന ഒരു തലമുറയുടെ തലമുറക്കാരാണ് നമ്മളൊക്കെ. ഇന്ന് നമ്മളൊക്കെ എന്താണ് ചെയ്യുക? പള്ളിയിൽ വന്ന നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യുന്നത് എന്താണ്? നീളറുണ്ടോ കസേരയുണ്ടോ എന്ന് നോക്കുന്നവരാണ്. അത് ചെറുപ്രായത്തിലായാലും ഏത് പ്രായത്തിലായാലും. നമുക്കൊക്കെ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, കുഞ്ഞു മക്കളൊക്കെ ഏറ്റവും ആദ്യം ചെന്നിരിക്കുന്നത് ഈ കസേരയിലും നീളറിലൊക്കെയാണ്. പലപ്പോഴും ആ പാരമ്പര്യത്തിന്റെ പിൻതലമുറയിൽ ജീവിക്കുന്ന നമുക്ക് പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിന് നന്മയെന്തെന്ന് തിരിച്ചറിയാനുള്ള കഴിവുകൾ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാലത്ത് പ്രാർത്ഥിച്ച് വിശ്വാസ ജീവിതത്തിൽ രാവിലെ കഷ്ടപ്പെട്ട് മണിക്കൂറുകൾ യാത്ര ചെയ്ത് പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചിരുന്ന ഒരു സമൂഹം നമ്മുടെ പിൻപിലുണ്ടെന്ന സത്യം മറന്നു പോകുന്നു. ഒരുപക്ഷെ തൊട്ടടുത്ത ഭവനമാണെങ്കിൽ പോലും, വാഹനങ്ങൾ ഉണ്ടെങ്കിൽ പോലും പള്ളിയിൽ വരാനോ പ്രാർത്ഥിക്കാനോ പലപ്പോഴും നമ്മൾ സമയം കണ്ടെത്തുന്നില്ല. ഇതുതന്നെയാണ് പിശാച് നമ്മളെ പഠിപ്പിക്കുന്നത്. എപ്പോഴും നന്മയെന്തെന്നോ തിന്മയെന്തെന്നോ തിരിച്ചറിയാതെ തിന്മ മാത്രം നോക്കിക്കാണുന്ന പ്രവർത്തിക്കുന്ന ഒരു സമൂഹത്തെ വളർത്തിയെടുക്കുക എന്നുള്ള ഏറ്റവും വലിയ കാര്യം. പലപ്പോഴൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തിന്മയായിരിക്കും. ഒരു വ്യക്തിയെയും കേൾക്കാത്ത, ഒരു വ്യക്തിയെയും നന്മ കാണാൻ സാധിക്കാത്ത ഇരുണ്ട മുറിക്കുള്ളിൽ പെട്ട ജീവിതത്തിന്റെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കി. ഒരു മുറിയിലേക്ക് കടന്നു, ഒരു ഇരുട്ട്, ലൈറ്റ് ഇല്ലാത്ത, വെളിച്ചമില്ലാത്ത ഇരുണ്ട മുറിയിലേക്ക് കടന്നു കഴിഞ്ഞാൽ എന്റെ കണ്ണിന് കാഴ്ചയുണ്ടെങ്കിലും എനിക്ക് ഈ ചുറ്റുപാടുകളൊന്നും കാണുവാൻ സാധിക്കില്ല. കാരണം എന്റെ കണ്ണുകളിലും എന്റെ ചുറ്റുപാടും അന്ധത നിറഞ്ഞു എന്നുള്ളതാണ്. ഞാൻ കാണുന്നതും സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ തിന്മയായി മാറുന്ന നുണയുടെ ഒരു അവസ്ഥയിലേക്ക് പലപ്പോഴും ഞാൻ മാറിപ്പോകുന്നു എന്നുള്ളതാണ്. സ്നേഹമുള്ളവരെ, പഴയ നിയമത്തിൽ കഴിഞ്ഞ മാസത്തിൽ വെള്ളിയാഴ്ച അച്ഛൻ സൂചിപ്പിച്ചത് ദാവീദിനെ കുറിച്ചാണ്. ഇന്ന് സോളമനെ കുറിച്ച് ഞാൻ ഓർത്ത് ഒന്ന് പറയുകയാണ്. ഈ ഒന്നാമത്തെ ചിന്തയില് തിന്മയും നന്മയും തിരിച്ചറിയാൻ പറ്റാത്ത, വിവേകമില്ലാത്ത അവസ്ഥയിൽ ജീവിക്കുന്നവരാണ്. സോളമൻ, ദാവീദിന്റെ മകനായ ബത്ശബയുടെ മകനായ സോളമൻ രാജാവായി വാണതിനു ശേഷം ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവം തന്റെ മുൻപിലേക്ക് കടന്നു വന്ന് സോളമനോട് ചോദിക്കുന്നുണ്ട്. 1 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 3-ാം അധ്യായമാണെന്നാണ് അച്ഛൻ മനസ്സിലാക്കുന്നത്. ഇപ്രകാരം ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താണ് വേണ്ടത്? സോളമൻ പറയുന്ന ഒരു കാര്യം ഇപ്രകാരമാണ്: നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള വിവേകം. പണമോ സമ്പത്തോ അധികാരമോ കഴിവുകളോ ഒന്നല്ല സോളമൻ ചോദിച്ചത്, മറിച്ച് ഒറ്റ കാര്യം: തിന്മകളും നന്മകളും തിരിച്ചറിയുവാനുള്ള വിവേകമാണ് സോളമൻ ചോദിക്കുന്നത്. ഒരു കൊച്ചുദാഹരണം 1 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഒരു കുടുംബത്തിൽ 2 അമ്മമാര് ജീവിച്ചിരുന്നു. 2 അമ്മമാരിൽ ആദ്യത്തെ അമ്മ പ്രസവിച്ചതിന് ശേഷം 3 ദിവസങ്ങൾക്ക് ശേഷം അടുത്ത അമ്മ പ്രസവിക്കുന്നു. അപ്പൊ 2 കുഞ്ഞുങ്ങളും 2 അമ്മമാരുമുള്ള ഒരു കൊച്ചു ഭവനം. ഇപ്രകാരം ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്നാമത്തെ അമ്മ അതിന്റെ കുഞ്ഞും, 2ാമത്തെ അമ്മയും അതിന്റെ കുഞ്ഞും അവരൊരുമിച്ച് ഒരു ഭവനത്തിൽ കിടന്ന് ഉറങ്ങുകയാണ്. 2 മുറികളിലാണ്. ഒരു ദിവസം 2ാമത്തെ അമ്മ ആ കുഞ്ഞിന്റെ മുകളിൽ
കിടന്നുറങ്ങിയപ്പോൾ ശ്രദ്ധിക്കാതെ കുഞ്ഞിന്റെ മുകളിൽ കയറി. ആ കുഞ്ഞ് മരണമടഞ്ഞു. ആ അമ്മ അത് കണ്ട് ഈ ഒന്നാമത്തെ അമ്മയുടെ കുഞ്ഞിനെ രണ്ടാമത്തെ അമ്മ എടുത്തുകൊണ്ടുപോയി ഈ മരിച്ച കുഞ്ഞിനെ ഒന്നാമത്തെ അമ്മയുടെ അടുക്കിലേക്ക് വെക്കുകയാണ്. പ്രഭാതമായപ്പോൾ ഈ അമ്മ എഴുന്നേറ്റ് നോക്കുമ്പോൾ കാണുന്നത്, ഒന്നാമത്തെ അമ്മ കാണുന്നത് തന്റെ കുഞ്ഞ് മരിച്ചു കിടക്കുന്നതാണ്. അമ്മ നോക്കുമ്പോൾ ഈ കുഞ്ഞല്ല ഈ അമ്മയുടെ. ഈ രാജാവിന്റെ, സോളമൻ രാജാവിന്റെ മുൻപിലേക്ക് ഈ രണ്ട് അമ്മമാരും കടന്നു വരികയാണ് ഈ ഒറ്റ ജീവിച്ചിരിക്കുന്ന കുഞ്ഞിന് വേണ്ടി. ഒന്നാമത്തെ അമ്മ പറയുന്നത് എന്റെ കുഞ്ഞാണ്, രണ്ടാമത്തെ അമ്മ പറയുന്നത് എന്റെ കുഞ്ഞാണ്. സോളമൻ രാജാവ് ഇപ്രകാരമാണ് പറഞ്ഞു വെച്ചത്. ഇപ്രകാരം ആ രണ്ട് അമ്മമാരോടും പറഞ്ഞു, ഈ കുഞ്ഞിനെ മുൻപോട്ടേക്ക് കൊണ്ടുവന്ന ഈ കുഞ്ഞിനെ വാളെടുത്ത് പ്രജകളോട്, സൈന്യത്തോട് പറഞ്ഞു, വാളെടുത്ത് ഈ കുഞ്ഞിനെ മുറിക്കുക, രണ്ടായി ഈ കുഞ്ഞിനെ ഭാഗിക്കുക. ഈ സൈന്യം മുൻപിലോട്ട് കടന്നു വന്ന് മുറിക്കാനായിട്ട് പോകുന്നതിന് മുൻപ് യഥാർത്ഥമായി കുഞ്ഞിന്റെ അമ്മ രാജാവിനോട് അപേക്ഷിച്ചു, ആ കുഞ്ഞിനെ കൊല്ലരുത്. രണ്ടാമത്തെ അമ്മ ഇപ്രകാരം പറഞ്ഞു, ആ കുഞ്ഞിനെ കൊല്ലാം. സ്നേഹമുള്ളവരെ, ഒരു കുഞ്ഞിന് വേണ്ടി കേണപേക്ഷിക്കുന്ന അമ്മ, അതാണ് യഥാർത്ഥ അമ്മ. രാജാവ് ഈ ഒന്നാമത്തെ അമ്മയ്ക്ക് യഥാർത്ഥമായിട്ടുള്ള കുഞ്ഞിനെ കൊടുക്കുകയാണ്. നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള വിവേകം പലപ്പോഴും ഈ കാലഘട്ടത്തിൽ നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. എപ്പോഴും തിന്മ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ വളരുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടവരാണ്. ഇനി രണ്ടാമത് നമ്മൾ ചിന്തിക്കുന്ന വിഷയം, നമ്മൾ പലപ്പോഴും തിന്മയിൽ ജീവിക്കുന്നവരായി മാറുന്നു എന്നുള്ളതാണ്. ഈ തിരിച്ചറിവ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തിന്മയിലായിരിക്കും നാം ജീവിക്കുക എന്നുള്ളതാണ്. പഴയ നിയമത്തില് രാജാക്കന്മാരുടെ പുസ്തകത്തില് പല കാര്യങ്ങളിലേക്ക് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ, ദാവീദായാലും സോളമനായാലും അവരുടെയൊക്കെ ജീവിതത്തിൽ ആദ്യമേ ദൈവത്തെ കേണപേക്ഷിച്ച് ദൈവത്തിൽ വിശ്വസിച്ചിരുന്ന, ദൈവത്തെ മാത്രം ശ്രദ്ധിച്ചിരുന്ന, നിയമങ്ങൾ പാലിച്ചിരുന്ന ഒരു ജീവിതം ഉണ്ടായിരുന്നു. പക്ഷേ എപ്പോഴാണോ തിന്മ അവരുടെ ജീവിതത്തിലേക്ക് പ്രവേശിച്ചത്, അന്നു മുതൽ അവരുടെ ജീവിതം തിന്മയ്ക്ക് അടിമയായി തീർന്നു എന്നുള്ളതാണ്. സോളമൻ രാജാവിന്റെ ജീവിതത്തെ കുറിച്ച് പ്രകാരമാണ് പറയുക, ഈ ലോകത്തിൽ അതിയായ ജ്ഞാനമുള്ള ഏക രാജാവ്, സമ്പത്തുമെല്ലാം ദൈവം പ്രതീക്ഷിച്ചിരുന്ന, ആഗ്രഹിച്ചിരുന്ന ഒരു ദേവാലയം തന്റെ കഴിവ് കൊണ്ട് പണിതുയർത്തിയ സോളമൻ രാജാവ് അവസാന നാളുകളില് തകർന്ന് തരിപ്പണമായി വീഴുകയാണ് ജീവിതത്തില്. ഇപ്രകാരമാണ് 700 ഭാര്യമാരുണ്ടായിരുന്നു എന്നുള്ളതാണ് പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാവുക. അന്യ ദേശങ്ങളിൽ നിന്ന് വിവാഹം ചെയ്യരുതെന്ന് ദൈവത്തിന്റെ ഉടമ്പടി ലംഘിച്ചുകൊണ്ട് ജീവിച്ചത് മൂലം അന്യ ദൈവങ്ങളിലേക്ക്, ദേവന്മാരിലേക്ക് ശ്രദ്ധ പോവുകയും അന്യദേവന്മാർക്ക് വേണ്ടി ബലിയർപ്പിക്കുവാനും ജീവിക്കുവാനും സോളമൻ രാജാവ് ജീവിച്ച് മുന്നോട്ട് പോയപ്പോൾ അവന്റെ ജീവിതം തകർന്നു പോയി എന്നുള്ളതാണ്. ദൈവം വീണ്ടും അവന്റെ മുൻപിലേക്ക് കടന്നു വന്ന് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു, എന്നാൽ തിരിച്ചറിവില്ലാതെ വീണ്ടും വീണ്ടും പാപം ചെയ്തുകൊണ്ടിരുന്ന അവസ്ഥ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രകാരമാണ്. എത്ര തെറ്റുകൾ തിരുത്തിയാലും, എത്ര കണ്ടു പഠിച്ചാലും നമ്മളൊക്കെ ആ ഒരു ജീവിതത്തിൽ നിന്ന് മാറില്ല, മറിച്ച് പാപത്തിൽ മാത്രം ജീവിക്കുന്ന സന്തതിയായി നമ്മളൊക്കെ മാറും എന്നുള്ളതാണ്. കണ്ണുകൾ അടഞ്ഞ് തിന്മകളുടെ ലോകത്തിലേക്ക് മാത്രം നമ്മൾ മാറുന്നു, ജീവിക്കുന്നു എന്നുള്ളതാണ്. ഒരിക്കലും നന്മ കാണാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് തിന്മ മാത്രം ചെയ്യുന്ന, തിന്മകൾ കൂട്ടിക്കൂട്ടി കൊണ്ടുവരുന്ന ഒരു സമൂഹമായിട്ട്, വ്യക്തികളായിട്ട് നമ്മൾ മാറും എന്നുള്ളതാണ്. മൂന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത്, സ്വർഗത്തെയും നരകത്തെയും കുറിച്ച് നമുക്ക് ബോധ്യങ്ങളില്ല എന്നുള്ളതാണ്. അതാണ് പിശാച് മൂന്നാമതായിട്ട് നമ്മളുള്ളിലേക്ക് കൊണ്ടുവരുന്നത്. ഒന്നാമത്, നന്മയും തിന്മയും തിരിച്ചറിയാനാവാത്ത വിധം കണ്ണുകൾ മൂടിക്കെട്ടുന്നു. രണ്ടാമത്, പാപത്തിൽ മാത്രം ജീവിക്കുവാനായിട്ട് അതിനുള്ള സൗകര്യങ്ങൾ നമ്മുടെ ചുറ്റുപാടും പിശാച് ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. മൂന്നാമത്, സ്വർഗത്തെയോ നരകത്തെയോ കുറിച്ചോ ബോധ്യമില്ലാത്തവരായി മാറ്റുന്നു എന്നുള്ളതാണ്. അച്ഛനും കുറച്ചു നാളുകൾക്ക് മുമ്പ് ഞാൻ ഇപ്രകാരം പ്രലോഭനത്തിൽപ്പെട്ട് ഞാൻ ചിന്തിച്ചിരുന്ന ഒരു വ്യക്തി ഇപ്രകാരം, സ്വർഗം നരകം ഇല്ല എന്നുള്ളതാണ്. ഞാൻ കുറച്ചു നാളൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, സ്വർഗമുണ്ടോ നരകമുണ്ടോ.
മരിച്ചുപോയി കഴിഞ്ഞ ആരും ഇത് തെളിവായിട്ട് കൊണ്ടുവന്നിട്ടുമില്ല, ഒന്നും പറഞ്ഞിട്ടുമില്ല. ചില വിശുദ്ധരൊക്കെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്, സ്വപ്നത്തിലും ദർശനങ്ങളിലും. പക്ഷെ ഇതൊരു ലോജിക്കലായി ചിന്തിച്ചു കഴിഞ്ഞാൽ സ്വർഗവും നരകമുണ്ടോ എന്നുള്ളത് സംശയമാണ്. അപ്പൊ ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം, നമുക്കൊക്കെ ഈ ഭൂമിയിൽ ആഘോഷമായി ജീവിക്കാം. ഏറ്റവും മോശമാണെങ്കിൽ മോശം, ഏറ്റവും അധപതിച്ച അവസ്ഥയിലാണ് ഏറ്റവും അധപതിച്ച അവസ്ഥ. ഒരുപക്ഷെ മദ്യത്തിനാണ് അടിമപ്പെട്ടിരുന്നുവെങ്കിലും മദ്യം മാത്രം നോക്കി ജീവിക്കുന്ന ഒരവസ്ഥ. ഒരുപക്ഷെ തിന്മയുടെ ജീവിതത്തില് അല്ലെങ്കിൽ ഒരിക്കലും ചെയ്യാത്ത തിന്മകളിലൂടെ കടന്നു പോകുന്ന പല അവസ്ഥകളൊക്കെ നമുക്കുണ്ടാകാം. അത്രയും ആഘോഷമായി ലൗകികമായി ദൂർത്തടിച്ച് സമ്പത്തിന്റെ പിന്നാലെ പോകുന്ന ഒരു അവസ്ഥ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട്. ഞാനും നിങ്ങളുമൊക്കെ പലപ്പോഴും ഈ ഒരു അവസ്ഥയിലാണ് പോകുന്നത്. പലപ്പോഴും നമുക്ക് സ്വർഗത്തെ കുറിച്ചോ നരകത്തെ കുറിച്ചോ ബോധ്യങ്ങളില്ല എന്നുള്ളതാണ്. 2 വർഷം മുമ്പ് എൻ്റെ ഉള്ളിലേക്ക് എനിക്ക് വലിയൊരു ബോധ്യം എനിക്ക് കിട്ടി എന്നുള്ളതാണ്, സ്വർഗത്തെ കുറിച്ചുള്ളൊരു ബോധ്യം. അതിപ്രകാരം എൻ്റെ കുടുംബത്തില് എൻ്റെ അമ്മാമ്മ, എൻ്റെ അപ്പാപ്പൻ, എൻ്റെ പപ്പയ്ക്ക് 10 വയസ്സുള്ളപ്പോൾ മരിച്ചതാണ്. 10 വയസ്സുള്ളപ്പോൾ മരിച്ചതാണ് എൻ്റെ അപ്പാപ്പൻ. എൻ്റെ അമ്മാമ്മയെ ഓർക്കുമ്പോൾ എനിക്ക് എപ്പോഴും കണ്ണിൽ നിന്ന് വെള്ളം വരും. കാരണം തന്റെ 2 മക്കള്, ഒന്ന് 10 വയസ്സുള്ള 1 വയസ്സുള്ള 2 മക്കളെ കഷ്ടപ്പെട്ടൊരു വിവാഹം കഴിക്കാതെ അത്രയും കഷ്ടപ്പെട്ട് മക്കളെയൊക്കെ വളർത്തി വലുതാക്കി കൊണ്ടുവന്ന ഒരു അമ്മ. ഞാൻ പലപ്പോഴൊക്കെ അച്ഛനായിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു മുഖം അത് തന്നെയാണ്. എനിക്ക് വേണ്ടി രാവും പകലുമില്ലാതെ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച, എന്റെ കൺമുമ്പിൽ ഒറ്റ ദിവസം മുടങ്ങാതെ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച ഒരു സ്ത്രീ, നല്ലൊരു സ്ത്രീ, മരിക്കുന്നത് വരെ നോമ്പെടുത്തു എന്നുള്ളതാണ്. 50 ദിവസം നോമ്പെടുത്ത് കിടക്കപ്പായി സംസാരിക്കാൻ പോലും കഴിവില്ലാതിരുന്ന സമയത്തും വളരെ ബുദ്ധിമുട്ടിലൂടെ കടന്നുപോയ സമയത്തും മരിക്കുന്നതിന് തൊട്ട് മുമ്പ് 50 നോമ്പെടുത്ത് മരണത്തിന് വേണ്ടി ഒരുങ്ങിയ വ്യക്തി എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, ഞാൻ ഈസ്റ്ററിന് വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ അന്നത്തെ ദിവസം അമ്മാമ്മ സംസാരിക്കുന്നില്ല, കുറച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. മമ്മി പറയായിരുന്നു, 50 ദിവസം 90 വയസ്സായിരുന്ന ഈ സ്ത്രീ നോമ്പെടുത്തു എന്നുള്ളത്. അന്ന് വൈകുന്നേരം ഞാൻ ഈസ്റ്ററിന്റെ കുർബാനയ്ക്ക് കഴിഞ്ഞ് വീട്ടിലേക്ക് ചെന്ന് വൈകുന്നേരം ഞാൻ തിരിച്ച് പള്ളിയിലേക്ക് പോവുകയാണ്. ഞാൻ മമ്മിയോട് പറഞ്ഞിരുന്നു, പപ്പയോടും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വിളിക്കണം. പിറ്റേ ദിവസം വെളുപ്പിന് എന്നെ വിളിക്കുകയാണ്, അമ്മയ്ക്ക് വയ്യ എന്നുള്ളത്. ഞാൻ എന്റെ കൺമുമ്പില് മരണം കണ്ടതാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു നല്ല മരണം കണ്ടു എന്നുള്ളതാണ്. ഞാൻ ചിന്തിക്കുകയാണ്, ഇത്രയും നാൾ എന്റെ വീട്ടില് എന്റെ അങ്കിൾ മദ്യപിച്ച് വളരെ മോശമായി ജീവിച്ചിരുന്ന ഒരു വ്യക്തി. ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, എന്റെ അമ്മാമ്മ സ്വർഗത്തിൽ പോകുമെന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു. കാരണം ഞാൻ നേരിട്ട് കണ്ട കാഴ്ചകളാണ്. ഒരുപക്ഷെ ജീവിതത്തിൽ കുറവുകളുണ്ടെങ്കിലും ജപമാല കൊണ്ട് തിന്മകളെ മാറ്റിയ ഒരു വ്യക്തി. ഞാൻ ചിന്തിക്കുകയായിരുന്നു, മരിച്ചു കഴിഞ്ഞ് 2 ആഴ്ച 3 ആഴ്ച 1 മാസത്തിനുള്ളിൽ അത്രയും പ്രശ്നം കുടിച്ചു നടന്നിരുന്ന എന്റെ അങ്കിള് കുടിയൊക്കെ നിർത്തി ഡീസന്റായി എന്നുള്ളതാണ്. ഞാൻ ചിന്തിക്കായിരുന്നു, പലപ്പോഴൊക്കെ നമുക്ക് നമ്മുടെയൊക്കെ മനസ്സ് നെഗറ്റീവായിട്ടുള്ളവരാണ്. നല്ലത് ചിന്തിക്കാൻ പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല. അനുഭവങ്ങള് മുൻപിൽ വെച്ച് നീട്ടുമ്പോൾ അനുഭവങ്ങൾ കാണാതെ പലപ്പോഴും അത്ഭുതങ്ങളിലേക്ക് ഓടി നടക്കുകയാണ്. അനുഭവങ്ങൾ ജീവിതത്തിലേക്ക് വെച്ച് നീട്ടുമ്പോൾ മരണത്തിൽ നിന്നായിരിക്കാം, പലതരം പ്രതിസന്ധികളിൽ നിന്നായിരിക്കാം ദൈവം നമ്മളെ കാത്തു പരിപാലിക്കുമ്പോൾ നമ്മളൊക്കെ ഈ അത്ഭുതങ്ങൾ തേടി ഓടി നടക്കുകയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ. അത്ഭുതങ്ങൾ കണ്ടിട്ടും അനുഭവങ്ങൾ കണ്ടിട്ടും പഠിക്കാത്ത ഒരു സമൂഹമായി മാറുകയാണ്. ഞാൻ ചിന്തിക്കുന്നു, 1 വർഷക്കാലം ഈ വ്യക്തി കുടിക്കാൻ നടന്നു. ഞാൻ ചിന്തിക്കുകയാണ്, സ്വർഗത്തിലിരുന്ന് മുട്ടിപ്പായിട്ട് ആ വ്യക്തി പ്രാർത്ഥിക്കുന്നുണ്ടെന്നുള്ളൊരു ചിത്രം എന്റെ മനസ്സിലേക്ക് കൊണ്ടുവന്നു. ഒരുപക്ഷെ ശരിയായിരിക്കാം, തെറ്റായിരിക്കാം, പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് ശരിയാണെന്നുള്ളതാണ്. സ്വർഗമുണ്ടെന്നുള്ള ബോധ്യം പലപ്പോഴും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്നുള്ളതാണ്. പലപ്പോഴും സ്വർഗമെന്ന ബോധ്യമില്ലാത്തത് കൊണ്ട് ഈ ഭൂമിയിൽ വളരെ മോശമായി ജീവിച്ച് നമുക്ക് എങ്ങനെയോ ജീവിച്ചു പോകുന്നു. നരകത്തെ കുറിച്ചൊരു ഓർമ്മ
എപ്പോഴും ഉണ്ടാകുന്നത് നല്ലതാണ്. ഒരുപക്ഷെ തെറ്റ് ചെയ്ത് ജീവിച്ചു പോകുമ്പോൾ അന്ത്യദിനത്തില് കർത്താവിന്റെ മുൻപില് നാം തിന്മയുടെ ശക്തിയായി മാറുന്നുവെങ്കിൽ, തിന്മയുടെ ജീവിക്കുന്ന മനുഷ്യനായിട്ട് ഞാൻ മാറിക്കഴിഞ്ഞാൽ ഞാൻ ചെല്ലുന്നിടം നരകമാണ്, അത് തീയാണെന്ന ബോധ്യമുണ്ടെങ്കിൽ എന്റെ ജീവിതത്തില് അനുഭവങ്ങളിലൂടെ ഒരുപക്ഷെ കുറവുകൾ ഉണ്ടാകാം, പോരായ്മകളുണ്ടാകാം, തെറ്റുകൾ ഉണ്ടാകാം, വീണ്ടും തെറ്റ് ചെയ്തേക്കാം. പക്ഷെ അനുതാപത്തോടെ സ്വർഗത്തെ മുന്നിൽ കണ്ടുകൊണ്ട് അനുദിന ബലിയിലും പ്രാർത്ഥനയും മുഴുകി ജീവിക്കുവാൻ സാധിച്ചാൽ അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം. ഈ മൂന്ന് കാര്യങ്ങളെ നമ്മുടെ മനസ്സിലേക്ക് നമുക്ക് നോക്കാം. ഒന്ന്, പിശാച് നമുക്ക് കൺമുൻപിലുണ്ട്. ഞാൻ നന്മ ചെയ്യുമ്പോൾ എന്നെ പ്രതി സന്തോഷിക്കുന്ന ദൈവം എന്റെ മുകളിലുണ്ട്. ഞാൻ തിന്മ ചെയ്യുമ്പോൾ സന്തോഷിക്കുന്ന പിശാച് എന്റെ അരികിലുണ്ടെന്ന ബോധ്യം നാം മറക്കരുത്. ഞാൻ തിന്മ ചെയ്യുമ്പോൾ കരയുന്ന ദൈവം, ഞാൻ തിന്മ ചെയ്യുമ്പോൾ സന്തോഷിക്കുന്ന പിശാചും എന്റെ അരികിലുണ്ടെന്ന ബോധ്യം കൈവിടാതെ നല്ല മനുഷ്യരായി നമുക്ക് ജീവിക്കാം. നല്ലത് പറയുന്ന, നല്ലത് കാണുന്ന, ഇരുണ്ട മുറിയിൽ ജീവിക്കാതെ തുറന്ന വെളിച്ചത്തിൽ, പ്രകാശത്തിൽ ജീവിക്കുന്നവരായി നമുക്കൊക്കെ മാറാം. ഒരു നിമിഷം നമുക്കൊക്കെ കണ്ണുകളടയ്ക്കാം, കരങ്ങൾ കൂട്ടാം. പലപ്പോഴും നമ്മള് യഥാർത്ഥ ബോധ്യങ്ങളില്ലാത്തവരായി നമ്മൾ മാറുന്നുണ്ടോ എന്ന് ചിന്തിക്കുക. ഞാൻ ചെയ്യുന്നതൊക്കെ തെറ്റാണോ ഒന്ന് ഓർത്തു നോക്കി. പലപ്പോഴും എത്രയോ മോശമായ ജീവിതത്തിന് ഉടമകളായിരിക്കാം നാം ഒക്കെ. സംസാരം, ഒരു നല്ല വാക്ക് ഒരു ദിവസം എനിക്ക് പറയാൻ സാധിച്ചിട്ടുണ്ട്, നല്ല വാക്കുകൾ മാത്രം. എനിക്ക് ഈ ഒരു ദിവസം ദൈവത്തോട് കൂടുതൽ അടുക്കാൻ, ദൈവത്തെ കുറിച്ച് മാത്രം ചിന്തിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഒന്ന് ഓർത്തു നോക്കാം. ഈശോയെ, നന്മ തിരിച്ചറിയുവാൻ, നന്മ മാത്രം കണ്ടു സംസാരിച്ച് പ്രവർത്തിച്ച് ജീവിക്കുവാനും, തിന്മയിൽ നിന്ന് അകന്നു നന്മ മാത്രം ചെയ്യുന്ന വ്യക്തികളായി മാറുവാനായിട്ട്, സ്വർഗത്തെ മുന്നിൽ കണ്ടുകൊണ്ട് പ്രത്യാശയോടെ ജീവിക്കുവാനായിട്ട്, ഞാൻ പാപം ചെയ്യുമ്പോൾ എന്നെ പ്രതി കരയുന്ന ദൈവം എന്റെ മുകളിലുണ്ടെന്ന ബോധ്യത്തോടെ ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.